നമ്മളടുത്ത് കുറച്ച് പൈസ ഉണ്ട് നിങ്ങൾ വിചാരിക്കും. ആ പൈസ നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ എടുത്തിട്ട് ബാക്കി വരുന്നതില്ലേ കൊടുത്താൽ മതി പാവപ്പെട്ട ആളുകൾക്ക്. എന്നാൽ ഭക്ഷണം എങ്ങനെയെന്നറിയോ? യുദ്ധമൂന ത്വാമാല ഹുബി. നമ്മൾക്ക് എപ്പോഴാണോ ഭക്ഷണത്തോട് പ്രിയം വരുന്നത് അപ്പം നമ്മൾ ആ ഭക്ഷണം എന്ത് ചെയ്യണം? വിശന്നവൻക്ക് കൊടുക്കണം. അങ്ങനെ പറഞ്ഞത് ഖുർആനിൽ. വിശന്നവൻക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ അള്ളാൻ്റെ അടുക്കൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല ആ ഭക്ഷണം നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നറിയോ? സക്കീനത്തോടെ കൊടുക്കണം, സമാധാനത്തോടെ കൊടുക്കണം. ഇന്നെല്ലായിടത്തും കണ്ടുവരുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ വന്ന ആളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് അയാൾ അങ്ങോട്ട് പേടിപ്പിക്കുക. നെട്ടിക്കൽ ബിരിയാണി പോലെ. അവിടുന്നാണ് ഇത് പോകുന്നത്. സംഭവം അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതായിരിക്കാം. അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് പൈസ കിട്ടും, അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റ. അതൊക്കെ കുടുംബം പോറ്റലൊക്കെ നല്ല കാര്യമല്ലേ? വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ സക്കീനത്തോടെ സമാധാനത്തോടെ കൊടുക്കണം. ആ ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കണം, ഭക്ഷണം കഴിക്കാൻ വന്ന ആളെയും നമ്മൾ ബഹുമാനിക്കണം. ഒരിക്കലും ഭക്ഷണത്തെ നിന്ദിക്കലാവരുത്. അത് ഭക്ഷണം കഴിക്കാൻ വന്ന ആളെ നിന്ദിക്കലാവരുത് അത് ഒരിക്കലും. ഞാനിപ്പോൾ ഈ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യണേ. എന്ത് ഭക്ഷണം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് പേടിപ്പിക്കുക. അതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പകരുമെന്ന് പേടിയാണ്. അതുകൊണ്ട് പറഞ്ഞാണ്. ഭക്ഷണത്തെ ഒരു നിന്ദിക്കലാവൂലേ, വിലയില്ലാത്ത പോലെ ആവൂലേ അത്. അതുകൊണ്ട് പറഞ്ഞാണ്. എന്നെ ഉൾക്കൊള്ളുന്ന ആളുകളോട് പറഞ്ഞാണ്, ഇസ്ലാം മതവിശ്വാസികളോട് മാത്രം. നമുക്ക് അള്ളാൻ്റെ അടുക്കൽ ഫേമസ് ആണെങ്കിൽ നമ്മളിവിടെ അള്ളാൻ്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ അള്ളാൻ്റെ അടുക്കൽ നമുക്ക് ഫേമസ് ആവും. അതല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂലും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ആ ഇടയ്ക്ക് അബൂദർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉത്തരേ നബിയെ, അബൂദറല്ലേ വന്നത്? അപ്പൊ അള്ളാന്റെ റസൂല് ചോദിച്ചു, ഉത്തരേ ജിബ്രീലേ, നിങ്ങൾക്ക് അബൂദറിനെ അറിയോ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉത്തരേ നബിയെ, അദ്ദേഹം ഇങ്ങളെ നാട്ടിനേക്കാൾ ഞങ്ങളെ നാട്ടിലാണ് പ്രശസ്തനെന്ന്. അതെന്താ കാരണം? അള്ളാനനുസരിച്ച്, അള്ളാന്റെ നിയമങ്ങൾ അനുസരിച്ച് ദിക്ർ ചൊല്ലി നടക്കുന്ന ഒരാളാണ് ആര്? അബൂദർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടത്തെക്കാട്ടിലും അവിടെ പ്രശസ്തനായി.